നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സോഷ്യൽ സയൻസിലെ 6ാമത്തെ അധ്യായം ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന പാഠഭാഗമാണ്. ആ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഭൂപടങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും ഭൂപടങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിവിധ നാവികർ നടത്തിയ സമുദ്ര സഞ്ചാരങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചില ഭൂപടങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി സ്ക്രീനിൽ കാണിക്കുന്നത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭൂപടങ്ങളുണ്ടായ മാറ്റങ്ങളാണ്. 6 ചിത്രങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് കണ്ടെടുത്ത മെസൊപ്പൊട്ടേമിയൻ ഭൂപടം. ഇത് കളിമണ്ണിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബേക്ക്ഡ് ക്ലേ പ്ലേറ്റ്സിലാണ്, കളിമൺ ഫലകത്തിലാണ്, കളിമണ്ണിന്റെ പലകയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ചെറിയ ചിത്രങ്ങളും ചെറിയ വരകളും ഒക്കെ കാണുന്നുണ്ട്. രണ്ടാമതായി കാണുന്നത് ഗ്രീക്ക് ചിന്തകനായിരുന്ന അനാക്സിമാൻഡർ വരച്ചെന്ന് കരുതപ്പെടുന്ന ലോക ഭൂപട മാതൃകയാണ്. യൂറോപ്പ്, ഏഷ്യ, ലിബിയ എന്നൊക്കെ അടയാളപ്പെടുത്തിയ ഒരു ലോക ഭൂപട മാതൃകയാണ് കാണുന്നത്. മൂന്നാമതായി ഹിപ്പാർക്കസിന്റെ ഭൂപടമാണ്. ഹിപ്പാർക്കസിന്റെ ഭൂപടം കുറച്ചും കൂടി വിശാലമായ ഭൂപടമാണ്. കൂടുതൽ പ്രദേശങ്ങളും കൂടുതൽ സമുദ്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ രേഖകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂപടമാണ് ഹിപ്പാർക്കസ് വരച്ചിട്ടുള്ളത്. ഹിപ്പാർക്കസ് എന്ന് പറയുന്ന വ്യക്തി ഒരു അസ്ട്രോണമർ ആയിരുന്നു, ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അതായത് ആകാശമൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അടുത്ത 4ാമത്തെ മാപ്പ് ടോളമി നിർമ്മിച്ച ലോക ഭൂപടമാണ്. ഇദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, അസ്ട്രോണമർ ആയിരുന്നു, വാനനിരീക്ഷകനായിരുന്നു, ആകാശമൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാപ്പിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വിശാലമായ മാപ്പായി, കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാപ്പ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ ഭൂപ്രദേശങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായി 5ാമത്തെ ചിത്രമാണ് കാണുന്നത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ്, ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രാഫി എന്നറിയപ്പെടുന്ന മെർക്കാറ്റർ ആണ് ഈ ലോക ഭൂപടം വരച്ചിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭൂപടമാണ്. 6ാമതായി കാണുന്നത് എബ്രഹാം ഓർട്ടേലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടമാണ്. ഇദ്ദേഹമാണ് അറ്റ്ലസ് ഒക്കെ തയ്യാറാക്കി തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ ഭൂപടം ഏകദേശം ഇന്നത്തെ ലോക ഭൂപടവുമായി ഏകദേശം ഒരുപോലെ ഇരിക്കുന്നവയാണ്. വൻകരകളും സമുദ്രങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന 2 തരം രേഖകളാണ് അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകളൊക്കെ. അത് താഴോട്ടുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഇങ്ങനെ വശങ്ങളിലേക്കുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ. അതൊക്കെ ഈ ഭൂപടത്തിൽ കാണിക്കുന്നുണ്ട്. ഈ 6 ഭൂപടങ്ങൾ നിരീക്ഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 6ാമത്തെ ഭൂപടമാണ് കുറച്ചുകൂടി മികച്ചു നിൽക്കുന്നത് മറ്റു ഭൂപടങ്ങളെ അപേക്ഷിച്ച്. കാരണം ഈ 6ാമത്തെ ഭൂപടമാണ് ഏറ്റവും അവസാനം തയ്യാറാക്കിയ ഭൂപടം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന ഭൂപടം ഈ ഭൂപടമൊന്നുമല്ല. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല കൃത്യമായ ഭൂപടങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അന്നത്തെ കാലത്തുള്ള മികച്ചൊരു ഭൂപടമാണ് ഓർട്ടേലിയസിന്റെ ഭൂപടം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാഠപുസ്തകത്തിലെ 2 ചിത്രങ്ങൾ തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചും വ്യത്യാസങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്നാൽ ചിത്രം എയിൽ ആ ചിഹ്നമൊന്നും കാണുന്നില്ല. മാത്രമല്ല ചിത്രം ബിയിൽ താഴെ ഭാഗത്ത് ഇടതുവശത്തായിട്ട് തോത് കാണിക്കുന്നുണ്ട്. തോത് സമം 1 സെന്റിമീറ്ററിന് 10 മീറ്റർ എന്നിങ്ങനെയുള്ള ഒരു തോത് കാണുന്നുണ്ട്. ചിത്രം എയിൽ അത് കാണിക്കുന്നില്ല. ഇനി അടുത്തൊരു പോയിന്റ്, ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനുള്ള സവിശേഷതകൾ മാത്രം നൽകിയിരിക്കുന്നു. എന്നാൽ ചിത്രം ബിയിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനുള്ള ആ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ചിത്രം എ എന്ന ചിത്രത്തെക്കാളും കൂടുതൽ വിവരങ്ങൾ ബിയിലുണ്ട്. എന്നിരുന്നാലും ചിത്രം എ എന്ന ചിത്രം നോക്കിക്കൊണ്ട് പിന്നെ രാമുവിന് കൂട്ടുകാരനായ ഗോപുവിന് സ്കൂളിലേക്ക് എത്താനുള്ള വഴി കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ആ വഴി ഉപയോഗിച്ചുകൊണ്ട് ഗോപുവിന് രാമുവിന്റെ സ്കൂളിൽ എത്താനും സാധിച്ചു. ചിത്രം ബിനെ അപേക്ഷിച്ചുകൊണ്ട് ചിത്രം എയിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് സവിശേഷതകളാണ് ഉണ്ടായിരുന്നുവെങ്കിലും ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഗോപുവിന് രാമുവിന്റെ സ്കൂളിലെത്താനൊക്കെ സാധിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 ചിത്രത്തിനും 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു രേഖാചിത്രം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് ചിത്രം ബി എന്ന് പറയുന്നത് പ്ലാൻ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ് രേഖാചിത്രവും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം.
പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മളിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഒന്നിൽ ചിത്രം എയിൽ കൂടുതൽ വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല, എന്നാൽ ചിത്രം ബിയിൽ കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. രേഖാചിത്രം അഥവാ സ്കെച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ. ഇതിലെന്തേ ഉണ്ടാവുകയുള്ളൂ? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ രേഖാചിത്രത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് ഒരാൾ ഓർമ്മിച്ച് വരക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അയാൾ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് വരക്കുന്നതോ ആയിരിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് പ്ലാൻ ആണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള കൃത്യമായ അളവുകളും അവയുടെ സ്ഥാനവും കണക്കാക്കിക്കൊണ്ട് വരക്കുന്നതാണ്. മാത്രമല്ല ഈ പ്ലാൻ എന്ന് പറയുന്നതിൽ ദിക്കുകൾ, അതായത് ദിശകൾ, വടക്ക് ദിശ, തെക്ക് ദിശ, കിഴക്ക് ദിശ, പടിഞ്ഞാറ് ദിശ ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. മാത്രമല്ല തോതും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. തോതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്. തോതും ഈ പ്ലാനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രദേശത്തിന്റെ കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം, അതുപോലെ തന്നെ ദിക്കുകൾ, തോതും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്നവയാണ് പ്ലാനുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഭൂപടങ്ങളുടെ പ്രത്യേകതകളും ഭൂപട രീതികളെക്കുറിച്ചും ഭൂമിയുടെ രേഖാചിത്രങ്ങളും അതുപോലെ തന്നെ പ്ലാനും ഒക്കെ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പാഠത്തിന്റെ അവസാന ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ